ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യെരൂശലേം പുത്രിമാരൻ ചുറ്റും നിന്നൂരാപ്പകൽ പ്രിയനോടുള്ള അനുരാഗം കവർന്നിടുകിൽ. യെരൂശലേം പുത്രിമാർ ചുറ്റും നിന്നൂരാപ്പകൽ പ്രിയനോടുള്ള അനുരാഗം കവർന്നിടുകിൽ. സുന്ദര മനോഹര നിന്നെ പിരിഞ്ഞ് ലോകയാത്ര പ്രാകൃതരം ജാരന്മാർ വരിക്കുമോ വത്സല. മണ്ണെ പ്രതി മാണിക്യം വേടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്യം വേടിയുകില്ല ഞാൻ. വെള്ളത്തിൽ കുമിള പോലെ മിന്നി വിളങ്ങിടുന്ന ജഡിക സുഖങ്ങളെന്നെ ഏറിരേൽക്കുകിൽ. വെള്ളത്തിൽ കുമിള പോലെ മിന്നി വിളങ്ങിടുന്ന ജഡിക സുഖങ്ങളെന്നെ ഏറിരേൽക്കുകിൽ. സുന്ദര മനോഹര നിന്നെ പിരിഞ്ഞ് ലോകയാത്ര പ്രാകൃതര ജാരന്മാരെ വരിക്കുമോ വത്സല. മണ്ണെ പ്രതി മാണിക്യം വേടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്യം വേടിയുകില്ല ഞാൻ. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ മണ്ണെ പ്രതി മാണിക്യം ഞാൻ വെടിയുകയില്ല. അതൊരു ഗൗരവതരമായ തീരുമാനമാണ്. ദാവീദ് പണ്ടെടുത്ത തീരുമാനം അതുതന്നെയായിരുന്നു. ദൈവസന്നിധിയിൽ ഇസ്രായേൽ രാജാവായ ദാവീദ്, ഇസ്രായേലിൻ്റെ മധുരഗായകനായ ദാവീദ്, നിത്യനായ ദൈവത്തിൻ്റെ ദീർഘദർശിയായ ദാവീദ് എടുത്ത തീരുമാനം അതായിരുന്നു. ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുൻപിൽ വെച്ചിരിക്കുന്നു, അവൻ എൻ്റെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകയില്ല. 16-ാമത്തെ സങ്കീർത്തനത്തിൽ ദാവീദ് അങ്ങനെയാണ് പറയുന്നത്. 16-ാം സങ്കീർത്തനം 5-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ നാം കാണുന്നു, എൻ്റെ അവകാശത്തിൻ്റെയും പാനപാത്രത്തിൻ്റെയും പങ്ക് യഹോവയാകുന്നു. നീ എനിക്കുള്ള ഓഹരിയെ പരിപാലിക്കുന്നു. അളവ് നൂൽ എനിക്ക് മനോഹരദേശത്ത് വീണിരിക്കുന്നു. അതെ, എനിക്ക് നല്ലൊരവകാശം ലഭിച്ചിരിക്കുന്നു. എനിക്ക് ബുദ്ധി ഉപദേശിച്ചു തന്ന് യഹോവയെ ഞാൻ വാഴ്ത്തും. രാത്രികാലങ്ങളിലും എൻ്റെ അന്തരംഗം എന്നെ ഉപദേശിക്കുന്നു. ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്നു. അവൻ എൻ്റെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകയില്ല. അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ച് എൻ്റെ മനസ്സ് ആനന്ദിക്കുന്നു. എൻ്റെ ജഡവും നിർഭയമായി വസിക്കും. നല്ല അനുഭവ സമ്പത്തുള്ള ധന്യനായ ഒരു പുരുഷനാണ് ദാവീദ് രാജാവ്. ദാവീദ് ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിച്ച ദൈവപുരുഷനാണ്. ദൈവം ഉയർത്തിക്കൊണ്ടുവന്ന ദൈവപുരുഷനാണ്. ദൈവം ഉദ്ധരിച്ചു കൊണ്ടുവന്ന ദൈവപുരുഷനാണ്. ദൈവം വളർത്തിക്കൊണ്ടുവന്ന ദൈവപുരുഷനാണ്. ദൈവം അനുഗ്രഹിച്ച്, ദൈവം ആശീർവദിച്ച്, ദൈവം തെരഞ്ഞെടുത്ത്, ദൈവം അനുഗ്രഹങ്ങൾ നിറപടിയായി സമൃദ്ധിയായി പകർന്നു കൊടുത്ത് രാജസ്ഥാനത്ത് ഉറപ്പിച്ചിരുത്തിയ ദൈവത്തിൻ്റെ ധന്യപുരുഷനാണ് ദാവീദ് രാജാവ്. ദാവീദ് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടു. ദാവീദ് ദൈവത്താൽ സെലക്ഷൻ പ്രാപിച്ചു. ദാവീദ് ദൈവസന്നിധിയിൽ ഡിസിഷൻ എടുത്തു, ചില തീരുമാനങ്ങൾ എടുത്തു. രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരത്തും സങ്കടം ബോധിപ്പിച്ച് കരയുമെന്ന് തീരുമാനിച്ചു. ദാവീദ് ദൈവത്തോട് നന്ദിയുള്ളവനായിരിക്കുമെന്ന് തീരുമാനിച്ചു. ദൈവസന്നിധിയിൽ എക്കാലത്തും കറപറ്റാതെ തെറ്റുപറ്റാതെ നിൽക്കുമെന്ന് തീരുമാനിച്ചു. ദൈവത്തെ സ്നേഹിക്കുമെന്ന് തീരുമാനിച്ചു. ദൈവം എൻ്റെ ശരണശൈലമായ കോട്ടയായിരിക്കുമെന്ന് തീരുമാനിച്ചു.
ദൈവം എൻ്റെ ദുർഗവും എൻ്റെ ശരണവും എൻ്റെ കോട്ടയും എൻ്റെ രക്ഷയും എൻ്റെ ബലവുമാണെന്ന് തീരുമാനിച്ചു. 18-ാം സങ്കീർത്തനത്തിൽ ദാവീദ് അങ്ങനെയാണ് പാടിയത്: എൻ്റെ ബലമായ യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. യഹോവ എൻ്റെ ശൈലവും എൻ്റെ കോട്ടയും എൻ്റെ രക്ഷകനും എൻ്റെ ദൈവവും ഞാൻ ശരണമാക്കുന്ന എൻ്റെ പാറയും എൻ്റെ പരിചയും എൻ്റെ രക്ഷയായ കൊമ്പും എൻ്റെ ഗോപുരവുമാകുന്നു. എത്ര ദൃഢമായ വിശ്വാസം, എത്ര കരുത്തുറ്റ തീരുമാനം! 16-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പാടിയത്: ഞാൻ യഹോവയായ കർത്താവിനെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, അവൻ എൻ്റെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകയില്ല എന്നാണ്. ധീരമായ തീരുമാനങ്ങൾ എടുത്തു. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെയും ജീവിതത്തിൽ വളരെ വ്യക്തമായ ചില ഡിസിഷൻസ്, ചില കമ്മിറ്റ്മെൻറ്റ്സ്, ചില സമർപ്പണങ്ങൾ, ചില തീരുമാനങ്ങൾ, ചില പ്രതിഷ്ഠകൾ നിങ്ങൾ എടുത്തിട്ടുണ്ടാകാം. നല്ലത്. ദൈവസന്നിധിയിൽ തീരുമാനമെടുക്കുന്നത് ഭാഗ്യം. കഴിഞ്ഞ അവസരത്തിൽ നാം ചിന്തിച്ചു, ദാവീദ് ദൈവസന്നിധിയിൽ തീരുമാനിച്ചു, ദാനിയേൽ ദൈവസന്നിധിയിൽ തീരുമാനിച്ചു. ദാനിയേലിൻ്റെ തീരുമാനം, യാതൊരു കാരണവശാലും ഞാൻ എന്നെ തന്നെ അശുദ്ധമാക്കുകയില്ല എന്നായിരുന്നു. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ നാം വായിച്ചത് അങ്ങനെയാണ്: യാതൊരു കാരണവശാലും ഞാൻ എന്നെ തന്നെ അശുദ്ധമാക്കുകയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു. ദാവീദും തീരുമാനങ്ങളെടുത്തു, ദാനിയേൽ തീരുമാനങ്ങളെടുത്തു. എക്കാലത്തും ദൈവത്തിൻ്റെ കൃപയനുഭവിച്ച ദൈവമക്കൾ, ദൈവം വിളിച്ച് വേർതിരിച്ച ദൈവമക്കൾ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. എന്നാൽ വളരെ നിർഭാഗ്യകരമായൊരു വസ്തുത, വളരെ സങ്കടകരമായൊരു വസ്തുത, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുകയും ദൈവസന്നിധിയിൽ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്ത ദൈവ പൈതൽ വീണുപോയി എന്നുള്ളതാണ്. ഡിക്ലൈൻ, ദാവീദിൻ്റെ അധപ്പതനം. ഒരു ദൈവപുരുഷൻ്റെ അധപ്പതനത്തെക്കുറിച്ച് പറയുക എന്നുള്ളത് വേദനാകരമായ കാര്യമാണ്. അത് പറയുക എന്നുള്ളത് വളരെ ഭാരമുള്ളൊരു കാര്യമാണ്. ദൈവപുരുഷനായ ദാവീദിൻ്റെ അധപ്പതനത്തെക്കുറിച്ച് പറയുവാൻ എൻ്റെ നാവുകൾക്ക് ബലം പോരാ. എൻ്റെ ആന്തരിക ഹൃദയം ഞടുങ്ങുകയും വിറകൊള്ളുകയും ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ദാവീദ് അധപ്പതിച്ചു പോയി, ദാവീദ് വീണുപോയി. ദാവീദിൻ്റെ വീഴ്ച പടിപടിയായിട്ടായിരുന്നു. ഒരൊറ്റ ദിവസം ഒരു മഹാവലിയ കൊടിയ പാപത്തിൽ വീഴുകയല്ല ചെയ്തത്. പടിപടിയായി ദാവീദ് വീണ് പോവുകയായിരുന്നു എന്ന് കഴിഞ്ഞൊരവസരത്തിൽ നാം ധ്യാനിക്കുകയുണ്ടായി. ദാവീദിൻ്റെ ജീവചരിത്രത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ, സ്നേഹിതരെ, നമ്മുടെ ജീവിതത്തിൽ പടിപടിയായി നാം താഴോട്ട് പോകുന്നുണ്ടോ എന്ന് നാം ഒന്ന് ശോധന ചെയ്യുന്നത് നല്ലതാണ്. ഏതെങ്കിലും ആത്മീയമായ അധപ്പതനത്തിൻ്റെ പടിപടിയായുള്ള വീഴ്ചയുടെ ഗതികൾ നമ്മുടെ ജീവിതത്തിൽ ബാധിക്കുന്നുണ്ടോ എന്ന് നാം ശോധന ചെയ്യേണ്ടതാണ്. എൻ്റെ കർത്താവേ, വീഴ്ചയിൽ നിന്ന് എൻ്റെ കാലുകളെ നീ രക്ഷിക്കണമേ. എൻ്റെ കരുണയുള്ള കർത്താവേ, കണ്ണുനീരിൽ നിന്ന് എൻ്റെ കണ്ണിനെ നീ രക്ഷിക്കണമേ. എൻ്റെ കർത്താവേ, ആത്മാവിൻ്റെ മരണത്തിൽ നിന്ന് എൻ്റെ ജീവനെ നീ രക്ഷിക്കണമേ. ദാവീദൊരിക്കൽ അങ്ങനെ ദൈവത്തെ സ്തുതിച്ചതാണ്. എന്തൊരു അനുഗ്രഹീതമായ സ്തുതിയും സ്തോത്രവുമായിരുന്നു ദാവീദിൻ്റേത്. 116-ാം സങ്കീർത്തനത്തിൽ ദാവീദ് അങ്ങനെ സ്തുതിച്ചു: നീ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്നും എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നുവെന്ന്. അനുഭവ സമ്പത്തുള്ള ദൈവദാസൻ, അനുഭവത്തിൻ്റെ പെരുപ്പമുള്ള ദൈവദാസൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളിൽ ചിലർക്ക് ധാരാളം ആത്മീയ അനുഭവങ്ങളുണ്ട്. നിങ്ങൾ ഈ വാക്കുകളെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തിരിഞ്ഞു നിന്ന് ഓർത്തോർത്ത് സ്തുതിക്കാനുള്ള വകകളുണ്ട്. ദൈവം തന്നിയ അനുഗ്രഹങ്ങൾ, ദൈവം നിങ്ങളെ നടത്തിയത്, ദൈവം നിങ്ങളെ വളർത്തിയത്, ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തത്, ദൈവം നിങ്ങളുടെ നിസ്സാരത ഗൗനിക്കാതെ നിങ്ങളെ ഉയർത്തി ഉദ്ധരിച്ചെടുത്തത്, ദൈവം നിങ്ങളുടെ അല്പത്വം നോക്കാതെ, ദൈവം നിങ്ങളുടെ പാപാവസ്ഥ നോക്കാതെ, ദൈവം നിങ്ങളുടെ അകൃത്യങ്ങൾ ക്ഷമിച്ചു തന്ന്, ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്ത് ഉന്നത സാഹചര്യങ്ങളിലേക്ക് വളർത്തിക്കൊണ്ടുപോയത്, ഓരോന്നോരോന്ന് നിങ്ങൾക്ക് ഓർക്കാൻ സാധിക്കും. ദാവീദ് അങ്ങനെ ഓർത്തവനാണ്. ദാവീദ് ദൈവം ചെയ്ത അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ദൈവത്തെ സ്തുതിച്ചവനാണ്.
യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്ക് ഞാൻ അവൻ എന്ത് പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കുമെന്ന് ദാവീദ് ഒരവസരത്തിൽ ദൈവസന്നിധിയിൽ വീണ്ടും തീരുമാനങ്ങൾ പുതുക്കിയവനാണ്. ദൈവത്തിന് ഞാൻ എങ്ങനെ നന്ദി പറയും എന്ന് ദൈവസന്നിധിയിലിരുന്ന് ദൈവത്തെ സ്തുതിച്ച് പറഞ്ഞ ദൈവദാസൻ അധപ്പതിച്ചു പോയി. ദാവീദ് പടിപടിയായി അധപ്പതിച്ചു. ദാവീദ് ഊർന്നു താഴോട്ട് പോയി. ശമൂവേലിൻ്റെ 2-ാമത്തെ പുസ്തകം 11-ാം അധ്യായത്തിൽ അതാണ് നാം കാണുന്നത്. കഴിഞ്ഞ ഒരു പ്രാവശ്യം നാം അതിനെക്കുറിച്ച് ധ്യാനിച്ച് തുടങ്ങിയതാണ്. 2 ശമൂവേൽ 11-ാം അധ്യായത്തിൽ ദാവീദ് അധപ്പതനത്തിലേക്ക്, വലിയ വീഴ്ചയിലേക്ക് പോകുന്നതായി നാം കാണുന്നുണ്ട്. ഞാനെന്ന് പറഞ്ഞത് നിങ്ങൾ ചിലർ ഓർക്കുമായിരിക്കും. ശമൂവേൽ പ്രവാചകന്റെ 2-ാമത്തെ പുസ്തകം 11-ാം അധ്യായം ഈറനണിഞ്ഞ കണ്ണുകളോടെ മാത്രമേ ഒരു ദൈവദാസന് വായിക്കാൻ പറ്റുകയുള്ളൂ. ഏങ്ങലടിച്ചുകൊണ്ട് മാത്രമേ ഒരു ദൈവവൈതലിനത് വായിക്കാൻ പറ്റുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇപ്പോൾ വളരെ വിനയപൂർവ്വം നിങ്ങളെ സ്നേഹത്തോടെ ഓർപ്പിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ താണുകൊണ്ടിരിക്കുന്നോ അതോ ഉയർന്നുകൊണ്ടിരിക്കുന്നോ? നിങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്നോ അതോ നിങ്ങൾ ക്ഷീണിച്ചു കൊണ്ടിരിക്കുന്നോ? ആത്മീയമായി നിങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നോ അതോ നിങ്ങളുടെ ജീവിതത്തിൽ പാപങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നോ? സാത്താൻ അവകാശം പറയുന്ന എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടോ? എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളൊന്ന് ശോധന ചെയ്യണമേ. ഏതെങ്കിലും കാര്യത്തിൽ ദുഷ്ടൻ അവകാശം പറയുന്നുണ്ടോ? ദാവീദിൻ്റെ ജീവിതം തകർന്നത് ദാവീദിൻ്റെ തീരുമാനങ്ങളിലുള്ള ലംഘനം കൊണ്ടാണ്. ഉച്ചയ്ക്കും വൈകുന്നേരത്തും കാലത്തും സങ്കടം ബോധിപ്പിച്ച് കരയും എന്ന് തീരുമാനിച്ച ദൈവ പൈതൽ ആ തീരുമാനം ലംഘിച്ചു. പ്രാർത്ഥനയുടെ സമയം ലംഘിച്ചു. ദാവീദ് അലസനായിപ്പോയി. പ്രാർത്ഥനയിൽ മാത്രമല്ല അലസത, തൻ്റെ ജോലിയിലും അലസത വന്നു. ദാവീദ് യുദ്ധക്കളത്തിൽ പോകാതെ അലസനായി കൊട്ടാരത്തിൽ തന്നെ കഴിഞ്ഞുകൂടി. കൊട്ടാരത്തിൽ പകൽ മുഴുവൻ ഉറക്കമായി കഴിഞ്ഞു. ദാവീദ് അലസനായി കിടന്നുറങ്ങി. സന്ധ്യാസമയത്ത് എഴുന്നേറ്റു. അപ്പോൾ പ്രാർത്ഥിക്കാൻ നീങ്ങേണ്ടതിന് പകരം ദാവീദ് കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിലൂടെ ഉലാവിക്കൊണ്ടിരുന്നു. നാം വായിക്കുന്നത് അങ്ങനെയാണ്. 11-ാം അധ്യായം 2-ാം വാക്യം. ഒരു നാൾ സന്ധ്യാകാറായ സമയത്ത് ദാവീദ് മെത്തയിൽ നിന്ന് എഴുന്നേറ്റു രാജധാനിയുടെ മാളികമേൽ ഉലാവിക്കൊണ്ടിരിക്കുമ്പോൾ, ആ സമയം പ്രാർത്ഥിക്കേണ്ട സമയം, മാളികമേൽ ഉലാവിക്കൊണ്ടിരുന്നു. ദാവീദ് നോക്കി. ഒരു സ്ത്രീ കുളിക്കുന്നത് മാളികയിൽ നിന്ന് കണ്ടു. ആ സ്ത്രീ അതിസുന്ദരിയായിരുന്നു. സഹോദരങ്ങളെ, തുടർന്നുള്ള വാക്യങ്ങൾ വായിക്കാൻ ഞാൻ ധൈര്യപ്പെടുന്നില്ല. ദൈവത്തിൻ്റെ വചനത്തിൽ അതെല്ലാം വ്യക്തമായും യഥാതഥമായും ഏറ്റവും കൃത്യമായും ഏറ്റവും സത്യമായും രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. സഹോദരങ്ങളെ, ദാവീദ് മഹാപാപത്തിലേക്ക് വീഴുകയാണ്. ദാവീദ് പുറത്തു പറയാൻ അറയ്ക്കുന്നതായ ഹീനപാതകത്തിലേക്ക് താഴുകയാണ്. പുറത്ത് മിണ്ടാൻ പേടിക്കുന്നതായ, പുറത്ത് മിണ്ടാൻ ലജ്ജിക്കുന്നതായ മഹാപാപത്തിലേക്ക് ഇതാ ദൈവപുരുഷൻ താഴുകയാണ്. ദൈവപുരുഷൻ വീഴുകയാണ്. നോട്ടത്തിൽ തുടങ്ങി മോഹത്തോടുകൂടി സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയം കൊണ്ട് വ്യഭിചാരം ചെയ്തു പോയി എന്ന് നമ്മുടെ കരുണയുള്ള കർത്താവ് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. കർത്താവിൻ്റെ ആദ്യത്തെ പ്രസംഗത്തിൽ, പരസ്യ ശുശ്രൂഷയിൽ കർത്താവ് ചെയ്ത ആദ്യത്തെ പ്രസംഗമാണ് ഗിരിപ്രഭാഷണം. മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിൽ നെടുകെ നാം കാണുന്ന ആ പ്രസംഗത്തിൽ 5-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞു, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവൻ ഹൃദയം കൊണ്ട് വ്യഭിചാരം ചെയ്തു പോയി. നോട്ടത്തിൽ അശുദ്ധി വന്നു, നോട്ടത്തിൽ മോഹം കലർന്നു, അത് പ്രവൃത്തിയിലേക്ക് നീങ്ങി. നാം വായിക്കുന്നത് ഇങ്ങനെയാണ്. 5-ാമത്തെ വാക്യം, ആ സ്ത്രീ ഗർഭം ധരിച്ചു, താൻ ഗർഭിണിയായിരിക്കുന്നെന്ന് ദാവീദിന് വർത്തമാനം അയച്ചു. പ്രിയപ്പെട്ടവരെ, ദാവീദിൻ്റെ തന്നെ ഭൃത്യനായ, ദാവീദിൻ്റെ തന്നെ സൈന്യത്തിലൊരു പടയാളിയായ ഊരിയാവിൻ്റെ ഭാര്യ ബത്ശേബ ഇതാ ദാവീദ് മൂലം ഗർഭിണിയായി. ഏറ്റവും ഹീനമായ പാതകം ദൈവപുരുഷൻ്റെ ജീവിതത്തിൽ വന്നു. ദാവീദ് അമ്പരപ്പിലായി. നാട്ടുകാരുടെ മുൻപിൽ ലജ്ജിതനാകേണ്ടി വരും, നാട്ടുകാരുടെ മുമ്പിൽ ക്ഷീണിതനാകേണ്ടി വരും, നാട്ടുകാരുടെ മുമ്പിൽ അപമാനിതനാകേണ്ടി വരും.
സ്വന്തം പ്രജകളുടെ മുൻപിൽ, സ്വന്തം രാജ്യക്കാരുടെ മുൻപിൽ അപമാനഭാരം എങ്ങനെ താങ്ങും? ദാവീദ് ബുദ്ധിയിൽ ആലോചനയായി, എങ്ങനെ ഈ പാപത്തിനൊരു മറ കണ്ടുപിടിക്കാം? സ്നേഹിത, പാപം നിന്റെ ജീവിതത്തിൽ വരുന്നത് അത് വളരെ ഭയാനകമായ കാര്യം തന്നെ. എന്നാൽ അതിനേക്കാൾ ഭയാനകമായ കാര്യം പാപം മറയ്ക്കാൻ നീ നോക്കുന്നതാണ്. വേദപുസ്തകം പറയും, സദൃശവാക്യങ്ങളുടെ പുസ്തകം 28-ാം അധ്യായം 13-ാം വാക്യം പറയും, തൻ്റെ ലംഘനങ്ങളെ മറച്ചു വയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവയെ ഏറ്റുപറഞ്ഞുപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. മറച്ചു വയ്ക്കാൻ ദാവീദ് നോക്കി, പാപത്തെ മറയ്ക്കാൻ ദാവീദ് ശ്രമിച്ചു. മാനുഷികമായ ബുദ്ധി, മാനുഷികമായ കൗശലം, മാനുഷികമായ തന്ത്രം, മാനുഷികമായ ഉപായം ദാവീദ് പ്രയോഗിക്കുകയാണ്. ദാവീദ് അവിടെ പടക്കളത്തിൽ നിന്ന് ഊരിയാവിനെ വിളിച്ചു വരുത്തുകയാണ്. ഊരിയാവിനെ വളരെ സന്തോഷത്തോടെ സൽക്കരിക്കുകയാണ് കൊട്ടാരത്തിൽ. ഊരിയാവിന് മനസ്സിലായില്ല രാജാവ് എന്തിനാണ് എന്നെ കൊട്ടാരത്തിലേക്ക് വിളിച്ചതെന്ന്. ദാവീദ് ഊരിയാവിനെ വളരെ കൗശലത്തോടെ, അഭിനയത്തോടെ, കാപട്യം ഉള്ളിൽ ഒതുക്കി പിടിച്ചുകൊണ്ട് പുറമേ നല്ല ഭംഗി വാക്കുകളോടെ ഊരിയാവിനെ സൽക്കരിക്കുകയാണ്, ഊരിയാവിനെ ആദരിക്കുകയാണ്. തൻ്റെ ഭൃത്യനായി ഊരിയാവിനെ രാജാവിൻ്റെ അരമനയിലേക്ക് വരുത്തി ഊരിയാവിനെ സൽക്കരിച്ച് ഊരിയാവിൻ്റെ കുശലമന്വേഷിച്ച് പടക്കളത്തിലെ പോരാട്ടത്തിൻ്റെ കഥകൾ അന്വേഷിച്ച് കുശലപ്രശ്നമെല്ലാം കഴിഞ്ഞ് വീട്ടിൽ പോയി വിശ്രമിക്കൂ എന്ന് പറഞ്ഞ് ഊരിയാവിനെ, തൻ്റെ ഭൃത്യനെ രാജാവ് തൻ്റെ ഭവനത്തിലേക്ക്, ഭൃത്യൻ്റെ ഭവനത്തിലേക്ക് പറഞ്ഞയക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഊരിയാവ് പക്ഷേ വിശ്വസ്തനായ ഒരു പടയാളിയായിരുന്നു. ഊരിയാവ് പോയില്ല. ഊരിയാവ് വന്ന് രാജാവിൻ്റെ വേലക്കാരുടെ കൂടെ ആ രാത്രി കഴിച്ചു. സ്വന്തം വീട്ടിലേക്ക് പോയില്ല. രാജാവിൻ്റെ കൗശലം നടന്നില്ല, രാജാവിൻ്റെ പരിപാടി നടന്നില്ല. ഊരിയാവിൻ്റെ ഭാര്യ വഹിക്കുന്ന ഗർഭത്തിൻ്റെ ഉത്തരവാദിത്വം ഊരിയാവിൻ്റെ മേൽ ചുമത്തുന്നതിനുള്ള തന്ത്രപരമായ നീക്കം പൊളിഞ്ഞു. ദാവീദ് എന്തു ചെയ്തു? ദാവീദ് പിറ്റേന്ന് ഊരിയാവിനെ വീണ്ടും സൽക്കരിച്ചു. നാം വായിക്കുന്ന ഒരു വാക്കുണ്ട്, അതെന്താണെന്നോ? ദാവീദ് ഊരിയാവിനെ ലഹരി പിടിപ്പിച്ചു. ദൈവത്തിൻ്റെ വചനം അങ്ങനെയാണ് പറയുന്നത്. 13-ാം വാക്യം 2 ശമൂവേൽ 11:13. പിറ്റേന്ന് ദാവീദ് അവനെ വിളിച്ചു, അവൻ അവൻ്റെ മുൻപാകെ ഭക്ഷിച്ചു, പാനം ചെയ്തു. അവൻ അവനെ ലഹരി പിടിപ്പിച്ചു. രാജാവിൻ്റെ മുൻപാകെ ഊരിയാവിനെ ഇരുത്തി. ഊരിയാവ് ഓർത്തു, രാജാവിന് എന്നോട് എന്തൊരു സ്നേഹം, എന്തോ ഒരു വാത്സല്യം, എന്തോ ഒരു ആദരവ്. ഈ നിസ്സാരനായ എന്നെ രാജാവ് വിളിച്ച് സൽക്കരിക്കുന്നല്ലോ. രാജകൊട്ടാരത്തിൽ രാജാവിൻ്റെ ആ ഭക്ഷണമേശയിൽ എന്നെയും കൂടെ ഇരുത്തുന്നല്ലോ. ഊരിയാവിന് മനസ്സിലാകുന്നില്ല കാര്യം. പാവം സാധുവായ ഊരിയാവിന്, നിഷ്കളങ്കനായ യുവാവിന് ഒന്നും മനസ്സിലായില്ല. ദാവീദ് ഊരിയാവിനെ ലഹരിപ്പിച്ചു. നാം വായിക്കുന്നത് അങ്ങനെയാണ്, അവൻ അവനെ ലഹരി പിടിപ്പിച്ചു. എങ്കിലും അവൻ വീട്ടിലേക്ക് പോകാതെ സന്ധ്യയ്ക്ക് ചെന്ന് യജമാനന്റെ ഭൃത്യന്മാരോടുകൂടെ തൻ്റെ വിരിപ്പിൽ കിടന്നു. സ്നേഹിതരെ, ദാവീദിൻ്റെ തന്ത്രവും കൗശലവും പിന്നെയും പരാജയപ്പെട്ടു. ഇന്ന് ഈ സമയത്ത് നിങ്ങൾ ഈ വാക്കുകളെ കേൾക്കുമ്പോൾ ഒന്നോർക്കൂ, കൗശലങ്ങൾ, തത്വജ്ഞാനം അത് ദൈവസന്നിധിയിൽ വിലപ്പോവില്ല. എല്ലാം കാണുന്നൊരു ദൈവമുണ്ട്. മകനെ, ചിലർക്ക് ചില കാലം ചിലരെ കളിപ്പിക്കാം, ചിലരെ അബദ്ധത്തിലാക്കാം, ചിലരെ വഞ്ചിക്കാം, ചിലരെ കബളിപ്പിക്കാം. എല്ലാ കാലത്തും എല്ലാവരെയും കബളിപ്പിക്കാൻ സാധിക്കുകയില്ല. സ്വർഗത്തിലെ ദൈവത്തെ കബളിപ്പിക്കാൻ കഴിയുകയില്ല. സത്യമായ ഒരു ദൈവമുണ്ട്. സ്നേഹിത, നീ ഇന്ന് ഒന്ന് ചിന്തിക്കൂ. നിന്റെ ജീവിതത്തിൽ പാപങ്ങൾ വന്നില്ലേ? നിന്റെ ജീവിതത്തിൽ തിന്മകൾ വന്നില്ലേ? തന്ത്രങ്ങൾ നീ പ്രയോഗിച്ചില്ലേ? കൗശലങ്ങൾ നീ പ്രയോഗിച്ചില്ലേ? കള്ളത്തരങ്ങൾ പ്രയോഗിച്ചില്ലേ? കള്ളക്കണക്കുകൾ എഴുതിയില്ലേ? നീ പൈസയുടെ കാര്യത്തിൽ അവിശ്വസ്തത നിന്റെ ജീവിതത്തിൽ വന്നത് മറച്ചു വയ്ക്കാൻ ശ്രമിച്ചില്ലേ? പല പല കാര്യങ്ങളിൽ നീ അസത്യത്തിന് നിന്റെ ജീവിതത്തിൽ ഇടം കൊടുത്തില്ലേ? വഞ്ചനാപരമായ തന്ത്രങ്ങളും കൗശലങ്ങളും പ്രയോഗിച്ചില്ലേ? സ്നേഹിത, നിന്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കൂ. നിന്റെ ജീവിതം നേരുള്ളതോ? സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരുന്നോ നിന്റെ ജീവിതം?
നേരെ നേരെയായിരുന്നോ നിന്റെ പോക്ക്? വളഞ്ഞ വഴികളെ നീ സ്വീകരിച്ചില്ലേ? നിന്റെ ജീവിതത്തിൽ കാപട്യങ്ങളും കപട അഭിനയങ്ങളും ഉണ്ടായില്ലേ? ഭാവാഭിനയങ്ങൾ ഉണ്ടായില്ലേ? മനുഷ്യരുടെ മുമ്പിൽ നല്ല പിള്ളയാകാൻ നീ ചമഞ്ഞില്ലേ? മനുഷ്യരുടെ മുമ്പിൽ നല്ല പേര് കിട്ടാൻ നീ ശ്രമിച്ചില്ലേ? മനുഷ്യരുടെ മുമ്പിൽ നിന്റെ തിന്മകൾ മൂടി വെച്ചുകൊണ്ട് നന്മ കാണിക്കാൻ നീ യത്നിച്ചില്ലേ? സ്നേഹിത, ഓർക്കൂ, എല്ലാം കാണുന്ന രണ്ട് കണ്ണുണ്ട്. ദൈവവൈതലേ ശ്രദ്ധിക്കൂ, എല്ലാം കാണുന്ന ഒരു ദൈവമുണ്ട്. അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. സകലവും അവന്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത് എന്ന് എബ്രായ ലേഖന കർത്താവ് പറയുന്നു. എബ്രായ ലേഖനം 4-ാം അധ്യായം 13-ാം വാക്യം. സകലവും അവന്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്. എല്ലാം ദൈവം കാണുന്നു. മകളെ, നിന്റെ ജീവിതത്തിൽ നീ ഒളിച്ച് ചെയ്തതും ഒളിച്ച് പറഞ്ഞതും പരദൂഷണം പറഞ്ഞതും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി സംസാരിച്ചതും അന്യനെ വിധിച്ചതും നിന്റെ ഭർത്താവിനെ തരം താഴ്ത്തിയതും, മകളെ, നിന്റെ മരുമകളോട് നീ പൊരുതിയതും, നിന്റെ പാവപ്പെട്ട മരുമകളെ നീ ചീത്തയാക്കിയതും, നിന്റെ മരുമകളെ കുറിച്ച് നിന്റെ മോനോട് നീ ഇല്ലാത്തത് പറഞ്ഞ് ആ പാവം മകനെ തെറ്റിച്ചതും എല്ലാം കാണുന്നൊരു ദൈവമുണ്ട്, മറക്കരുത്. സ്നേഹിത, നിന്റെ ജീവിതത്തിലെ രഹസ്യവും പരസ്യവും ഒരുപോലെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ദൈവമുണ്ട്. ദാവീദ് മറയ്ക്കാൻ ശ്രമിച്ചു. ദാവീദ് തന്ത്രങ്ങൾ പ്രയോഗിച്ചു. ഒരു പാപത്തിൽ നിന്ന് മറ്റൊരു പാപത്തിലേക്ക് ഇതാ ദൈവദാസൻ വീഴുന്നു. വ്യഭിചാരത്തിൽ നിന്ന് മദ്യപാനത്തിലേക്ക് വീഴുന്നു. ദാവീദിന്റെ മേശമേൽ മദ്യം വിളമ്പി. ദാവീദിന്റെ കൊട്ടാരത്തിലെ ഊണുമേശയിന്മേൽ മദ്യം വിളമ്പി. അത് ദാവീദ് കഴിച്ചു. ദാവീദ് നാം വായിക്കുന്നത് അങ്ങനെയാണ്: അവന്റെ മുൻപാകെ ഭക്ഷിച്ചു, പാനം ചെയ്തു. 2 ശമൂവേൽ 11-ാം അധ്യായം 13-ാം വാക്യം. പിറ്റേന്ന് ദാവീദ് അവനെ വിളിച്ചു. അവന്റെ മുൻപാകെ ഭക്ഷിച്ച് പാനം ചെയ്തു. അവനെ ലഹരി പിടിപ്പിച്ചു. ദാവീദിന്റെ ഊണുമേശയിൽ മദ്യം വിളമ്പി. ദാവീദ് കുടിച്ചു. മാത്രമല്ല, ഊരിയാവിനെ കുടിപ്പിച്ചു. ഓർക്കൂ, ദാവീദിന്റെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കരുതാത്തത് സംഭവിച്ചു. ഒന്നിനു മേലൊന്നായി പാപങ്ങൾ തെറുത്ത് ഉയർന്നു വരികയാണ്. ഇന്ന് ഈ വാക്കുകൾ നിങ്ങൾ കേൾക്കുമ്പോൾ ഗൗരവമേറിയ ഒരു മുന്നറിയിപ്പ് നിങ്ങൾ ശ്രദ്ധിക്കൂ. പാപത്തിന് ഇടം കൊടുക്കരുത്. ഒരു നേരിയ പാപം വരാൻ തുടങ്ങുമ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ആന്തരാത്മാവ് വിജിലന്റ് ആകട്ടെ, നിങ്ങളുടെ ഉള്ളം അലർട്ടാകട്ടെ, നിങ്ങളുടെ ഹൃദയം ജാഗ്രതയുള്ളതാകട്ടെ. ഒരരുതാത്ത ചിന്ത വരാൻ തുടങ്ങുമ്പോൾ, എൻ്റെ കർത്താവേ, പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഉച്ചയിൽ ഊതുന്ന കാറ്റിനെയും രാത്രിയിൽ സഞ്ചരിക്കുന്ന വചനത്തെയും എന്നിൽ നിന്ന് അകറ്റണമേ, നിങ്ങൾ പ്രാർത്ഥിച്ചു കൊള്ളണം. അത് പ്രാർത്ഥിച്ച ദൈവവൈദ്യരാണ് ദാവീദ്. പകൽ പറക്കുന്ന അസ്ത്രം, ഉച്ചയിൽ ഊതുന്ന കാറ്റ്, രാത്രിയിൽ സഞ്ചരിക്കുന്ന വചനം, അസ്ത്രം പോലെ പാളി വരുന്ന ചില ചിന്തകൾ, അസ്ത്രം പോലെ പാളി വരുന്ന ചില വാക്കുകൾ. പുറത്ത് വാക്കുകൾ വരുന്നില്ല, പുറത്ത് ഈ ചിന്തകൾ വാക്കുകളായി മാറുന്നില്ല. എന്നാൽ ഉള്ളത്തിൽ അത് രൂപം കൊള്ളുന്നു. പകൽ പറക്കുന്ന അസ്ത്രങ്ങൾ അമ്പ് പായുന്നത് പോലെ പാഞ്ഞു വരികയും പാഞ്ഞു പോവുകയും ചെയ്യുന്ന ചില ചിന്തകൾ, തീയമ്പുകൾ എന്ന് തിരുവചനം പറയും. തീയമ്പുകൾ, പ്രിയപ്പെട്ടവരെ, ദുഷ്ടന്റെ തീയമ്പുകൾ എന്ന് എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയും. ദുഷ്ടന്റെ തീയമ്പുകളെ കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നിൽപ്പീൻ. സ്നേഹിതരെ, നാം വിശ്വാസം എന്ന പരിചയം പഠിച്ചുകൊണ്ട് ദുഷ്ടന്റെ തീയമ്പുകളെ കെടുത്തുകൊള്ളണം. അവയെ നാം ചെറുത്തുകൊള്ളണം. ചിന്തയിൽ തുടങ്ങുമ്പോഴേ അലർട്ടായിക്കൊള്ളണം. പാപചിന്തകൾ വരുമ്പോൾ, വൈരാഗ്യ ചിന്തകൾ വരുമ്പോൾ, കോപചിന്തകൾ വരുമ്പോൾ, അഴുക്ക് ചിന്തകൾ വരുമ്പോൾ, നീരസ ചിന്തകൾ വരുമ്പോൾ, ക്രോധചിന്തകൾ വരുമ്പോൾ, പ്രശംസാ ചിന്തകൾ വരുമ്പോൾ, ദ്രവ്യാഗ്രഹ ചിന്തകൾ വരുമ്പോൾ, സ്വാർത്ഥ ചിന്തകൾ വരുമ്പോൾ, അഹങ്കാര ചിന്തകൾ വരുമ്പോൾ, മകനെ, നീ അതിവേഗം ഉണർന്നുകൊള്ളുക. നിന്റെ ഉള്ളം ഉണർത്തിക്കൊള്ളുക, ജാഗ്രത പാലിച്ചു കൊള്ളുക. കർത്താവേ, ശത്രുവായ പൈശാചികൻ തീയം പെയ്യുന്നു, എന്നെ കാത്തുകൊള്ളണമേ. തിരു രക്തത്തിന്റെ കോട്ടയ്ക്കകത്ത് എന്നെ സംരക്ഷിക്കണമേ. എൻ്റെ മേൽ നിന്റെ കരുണയുടെ ചിറക് വിരിക്കണമേ. അത്യുന്നതിന്റെ മറവിൽ എന്നെ വസിപ്പിക്കണമേ. സർവശക്തന്റെ നെള്ളിൻകീഴിൽ എന്നെ പാർപ്പിക്കണമേ.
കൊള്ളണമേ. വേട്ടക്കാരന്റെ കണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും എന്നെ വിടുവിക്കണമേ. കർത്താവേ, പൈശാചിക ശക്തി എൻ്റെ മേൽ ജയം കൊള്ളാൻ ഇടവരല്ലേ കർത്താവേ. എന്നെ നീ കാത്തുകൊള്ളണമേ. അരുതായികളിലേക്ക് എൻ്റെ ഹൃദയം ചായാതെ എന്നെ സംരക്ഷിക്കണമേ. പാപത്തിന്റെ വികാരങ്ങളോ പാപത്തിന്റെ വിചാരങ്ങളോ എന്നെ കീഴടക്കാതെ ജയജീവിതത്തിനുള്ള സൗഭാഗ്യം എനിക്ക് നൽകണമേ. ജയശാലിയാക്കി എന്നെ തീർക്കണമേ. ജയജീവിതത്തിനായി എന്നെ ഒരുക്കണമേ. കർത്താവേ, ഇനിയും ഒരു പരാജിതനാകാൻ എനിക്ക് ഇടവരല്ലേ. ഇനിയും തോൽവി അടയാൻ ഇടവരല്ലേ. നാളുകൾ തോറ്റവനാണ് കർത്താവേ. നാളുകൾ തോൽവി അടഞ്ഞവനാണ് കർത്താവേ. നാളുകൾ പരാജയപ്പെട്ടവളാണ് കർത്താവേ. എന്നാൽ ഇനി മുതലുള്ള ജീവിതത്തിൽ പരാജയം അറിയാത്ത യൂദായുടെ സിംഹത്തിന്റെ കൂടെ നടപ്പാൻ ഞാനിതാ എന്നെ വിട്ടുതരുന്നു കർത്താവേ. തെറ്ററിയാത്ത ദൈവത്തെ എന്റെ നാഥനായി സ്വീകരിച്ചുകൊണ്ട്, പാപമറിയാത്ത ദൈവത്തെ എന്റെ ഉടമസ്ഥനായി അംഗീകരിച്ചുകൊണ്ട്, വീഴ്ച വരാത്ത ക്രിസ്തുവിനെ എന്റെ നായകനായി കണ്ടുകൊണ്ട്, ഒരിക്കലും പതറാതെ ഒരിക്കലും എഴുതിപ്പോകാത്ത നിത്യരാജാധിരാജാവായ യേശുവിനെ എന്റെ ജീവിതത്തിന്റെ ഉടയവനായി കണ്ടുകൊണ്ട് ഒരു പുതിയ ജീവിതപാത തിരഞ്ഞെടുക്കുവാൻ ഞാനിതാ എന്നെ തന്നെ സമർപ്പിക്കുന്നു. എന്റെ ഹൃദയം നിനക്ക് സമർപ്പിക്കുന്നു. എന്നെ തന്നെ നിന്റെ കരങ്ങളിലേക്ക് തരുന്നു. എന്നെ നീ ഒന്ന് പിടിച്ചുകൊള്ളണമേ. ആണിപ്പാടുള്ള കരം കൊണ്ട് എന്റെ മേൽ നിന്റെ അത്ഭുത ശക്തി പകർന്ന് എന്നെ പിടിച്ചുകൊള്ളണമേ. ആണിപ്പാടുള്ള കരം കൊണ്ട് എന്നെ നീ ഒന്ന് പിടിച്ചുകൊള്ളണമേ. ശത്രു റാഞ്ചിക്കൊണ്ടു പോകാതെ നീ എന്നെ കാത്തുകൊള്ളണമേ. പൈശാചിക ശക്തി എന്നെ ഹിംസിക്കാതെ നീ എന്നെ സംരക്ഷിക്കണമേ. ദൈവജനമേ, പ്രാർത്ഥിപ്പീൻ. ദാവീദിന്റെ ജീവിതം നമുക്കൊരു മാതൃകയാകട്ടെ. ഒന്നുപോയ പാപങ്ങളെ ഓർത്ത് അനുദപിപ്പീൻ. മേലിൽ പാപം വരികയിലും തീരുമാനിപ്പീൻ. ജീവിതം ക്രിസ്തുവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കുവീൻ. ക്രിസ്തുവിനായി നിങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കുവീൻ. ദൈവത്തോട് വാക്ക് പറയുവീൻ. യേശുവേ, ഇന്നു മുതൽ ഞാൻ നിന്റെ വക. യേശുവേ, ഇന്നു മുതൽ ഞാൻ നിന്റെ വക. എന്റെ യേശുവേ, ഇന്നു മുതൽ ഞാൻ നിന്റെ വക. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. സ്നേഹമുള്ള പിതാവേ, അവിടുത്തെ നിത്യവാത്സല്യം ഞങ്ങളെ കാണുകയും ഞങ്ങളെ വിളിക്കുകയും ഞങ്ങളെ തെരഞ്ഞെടുക്കുകയും സത്യമായ ഒരു സമർപ്പണത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവരികയും ചെയ്തുവല്ലോ. എന്നാലോ ഞങ്ങളുടെ ജീവിതത്തെ തകർക്കുവാനും നശിപ്പിക്കുവാനും, ഞങ്ങളുടെ വിരുദ്ധ തെറ്റിക്കുവാനും, ഞങ്ങളുടെ ജീവിത ലക്ഷ്യത്തിലെത്താതെ ഞങ്ങളെ നശിപ്പിക്കുവാനും ശ്രമിക്കുന്ന പൈശാചികന്റെ കണികളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. പാപത്തിന്റെ പ്രലോഭനങ്ങളിൽ നിന്നും പ്രേരണകളിൽ ഞങ്ങൾക്ക് മോചനം തരണമേ. ഞങ്ങളുടെ ആന്തരിക മനുഷ്യനെപ്പോഴും സംശുദ്ധമായ അനുഭൂതിയിൽ ലയിക്കുവാൻ ഇടയാക്കണമേ. ഈ വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. എല്ലാവരെയും തൃക്കരങ്ങളിലേക്ക് തരുന്നു കർത്താവേ. വാഴ്ത്തണമേ, അനുഗ്രഹിക്കണമേ, വിശുദ്ധീകരിക്കണമേ. തിരുരക്തത്തിന്റെ മുദ്ര അണിയിക്കണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ.